എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവനീതം സത്സംഗവേദി എന്ന നവനീതം നാരായണീയ പാരായണ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് 5 വർഷം പിന്നിടുകയാണ്. 2020 ജൂൺ 6-ാം തീയതിയാണ് ഈ ആധ്യാത്മിക കൂട്ടായ്മ രൂപീകരിച്ചത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിൽ പോയി ക്ഷേത്ര ദർശനവും നാമജപവും പാരായണവും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ധാരാളം അമ്മമാർക്ക് അതിനൊന്നും സാധിക്കാതെ ഇരുന്ന ഒരു കോവിഡ് കാലം. അക്കാലത്ത് എൻ്റെ ഒരു പഴയകാല സുഹൃത്ത് അലനല്ലൂർ ഗൗരി, അവർ ഫോണിലൂടെ സംസാരിച്ച് പരിചയം പുതുക്കുവാനായിട്ട് വിളിച്ച് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് നാരായണീയ പാരായണ കൂട്ടായ്മ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഗൗരി എന്നോട് ആവശ്യപ്പെട്ടത്. അതുപ്രകാരം അങ്ങനെയാണ് ഈ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. ഏകദേശം 15 പേര് മതി, അല്ലെങ്കിൽ 20 പേര് മതി, അതിൽ കൂടുതലായാൽ ഗ്രൂപ്പ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ ഗൗരി അന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഈ കൂട്ടായ്മയിൽ ധാരാളം സഹോദരിമാര് കേട്ടറിഞ്ഞ് വന്നു ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കൂട്ടായ്മയിൽ 100 പേരായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഡ്മിൻസ് ഒരു തീരുമാനമെടുത്തു. നാരായണീയം 100 ദശകമാണല്ലോ, അപ്പൊ 100-ൽ കൂടുതൽ ആളുകൾ വേണ്ട എന്നൊരു തീരുമാനത്തിൽ കുറച്ചു കാലം അങ്ങനെ ഒരു നിയന്ത്രണം വെച്ചു. പക്ഷെ നിരവധി സഹോദരിമാര് അവരെ ഗ്രൂപ്പിൽ ചേർത്തുവാനായിട്ട് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ വന്നവരെയൊക്കെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്തു. അങ്ങനെ നവനീതം എന്ന പ്രധാന ഗ്രൂപ്പിന് പുറമെ അക്ഷര നവനീതം, നാരായണീയ അമൃതം എന്നിങ്ങനെ 2 ഉപഗ്രൂപ്പുകൾ കൂടി രൂപീകരിച്ചു. ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത കോവിഡ് കാലം എന്ന ആ പ്രതികൂല സാഹചര്യത്തെ ധൈര്യപൂർവം അഭിമുഖീകരിക്കാനും തരണം ചെയ്യുവാനും ഈശ്വര ആരാധന കൊണ്ട് മാത്രമേ സാധ്യമാവൂ എന്ന് തിരിച്ചറിഞ്ഞ ധാരാളം സഹോദരിമാര് ഗ്രൂപ്പിൽ വന്നു ചേർന്നതിൻ്റെ ഫലമായി ഇന്ന് 500-ലധികം പേരാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഞങ്ങളോടൊപ്പം ഉള്ളത്. വനിതകൾ മാത്രമുള്ള ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നാരായണീയ പാരായണം നന്നായി മുൻപ് തന്നെ നാരായണീയം കൂട്ടായ്മയിൽ ചേരുന്നതിന് മുൻപ് തന്നെ നാരായണീയം പാരായണം ചെയ്ത് പരിശീലിച്ച പ്രായമായ നിരവധി അമ്മമാരുണ്ട്. അതുകൂടാതെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം നാരായണീയം പുസ്തകം വാങ്ങി പഠിക്കുന്നവരുണ്ട്. ഏകദേശം അറിയുന്നവരും നന്നായി അറിയാവുന്നവരും ഒട്ടും അറിയാത്തവര് പഠിക്കാനായിട്ട് ചേർന്നവർ, അങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ളവരാണ് ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ളത്.
ഗ്രൂപ്പിൽ നാമജപത്തിലൂടെയും പാരായണത്തിലൂടെയും മാത്രം കേട്ടുപരിചയമുള്ള, അതുവരെ കണ്ടിട്ടില്ലാത്ത നിരവധി സഹോദരിമാർ ആദ്യമായിട്ട് ഒത്തുചേരുന്നത് കോവിഡ് കാലം കഴിയുന്നതോടു കൂടിയിട്ട് 2022 ഒക്ടോബർ 30 പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ നാരായണീയ പാരായണം സംഘടിപ്പിച്ചത്. ഏകദേശം 80ഓളം പേര് ആ പാരായണത്തിൽ പങ്കെടുത്തു. തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെ ധാരാളം ക്ഷേത്രങ്ങളിൽ നാരായണീയ പാരായണം ചെയ്യാനുള്ള അവസരം ഭഗവാൻ ഞങ്ങൾക്ക് നൽകി. നാരായണീയം രചിച്ച പരമഭക്തനും മഹാപണ്ഡിതനുമായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ജന്മനാടായ മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂർ ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ നാരായണീയ ദിനത്തിൽ സന്ദ്രാനന്ദം എന്ന പേരിൽ 500ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാരായണീയ പാരായണം ചെയ്തതിൽ നവനീതം സത്സംഗവേദിക്കും പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ പാലക്കാട് കൊല്ലങ്കോട് അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയിൽ പാരായണം ചെയ്യാനുള്ള അവസരം, കൂടാതെ എറണാകുളം വടയമ്പാടി ക്ഷേത്രത്തിൽ നാരായണീയ സപ്താഹത്തിൽ നാരായണീയം പാരായണം ചെയ്യാനുള്ള അവസരം, ഇതൊക്കെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ തന്നെയാണ്. ഓൺലൈൻ വനിതാ കൂട്ടായ്മയായതിനാൽ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും വിദേശത്തുള്ളവരുമായ നിരവധി അമ്മമാരും സഹോദരിമാരും ഈ കൂട്ടായ്മയിലുണ്ട്. നവനീതം സഹോദരിമാരുടെ വീടുകളിൽ വിവാഹം, ഗൃഹപ്രവേശനം, ജന്മദിനം എന്നീ വിശേഷ അവസരങ്ങളുണ്ടാകുമ്പോൾ സ്നേഹോപഹാരം നൽകി അവരുടെ വീടുകളിൽ ചെന്ന് ആശംസകൾ അറിയിക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും നന്ദനം സത്സംഗവേദി എന്ന പേരിൽ കുട്ടികൾക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ അവർക്കായിട്ട് മാറ്റിവെക്കാറുണ്ട്. നാമങ്ങൾ, കീർത്തനങ്ങൾ, പാരായണങ്ങൾ, വിവിധ ഗ്രന്ഥങ്ങൾ, അതായത് ഹരിനാമ കീർത്തനം, ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം, ഇതൊക്കെ കുട്ടികൾക്ക് ഏത് ഭാഗമാണോ ഇഷ്ടം അതിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് പാരായണം ചെയ്യാനുള്ള അവസരം. അതുകൂടാതെ സ്കൂളിൽ അക്കാദമിക്കലായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, കലാപരവും സാഹിത്യപരവുമായിട്ടുള്ള കാര്യങ്ങൾ, കലോത്സവ വേദികളിലൊക്കെ അവർക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് പങ്കുവയ്ക്കാനുള്ളൊരു വേദി, ഇതൊക്കെ ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ ലിഖിത ജപം, ഭഗവാന്റെ നാമം എഴുതുന്നതുകൊണ്ടുള്ള ഗുണം, അതിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് അവർ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കിച്ചിട്ട് ആ നാമം എഴുതുവാനുള്ളൊരു അവസരം കൂടി അവർക്ക് നൽകുന്നുണ്ട്. എല്ലാ മാസത്തിലെയും അവസാനത്തെ ഞായറാഴ്ച അമ്മമാർക്ക് വേണ്ടിയുള്ള ഈ ഗ്രൂപ്പിലെ, അതായത് നവനീതം സത്സംഗവേദിയിലെ അമ്മമാര് അല്ലെങ്കിൽ സഹോദരിമാര്, അവരുടെ മക്കള്, പേരക്കുട്ടികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവർക്കെല്ലാവർക്കും മാസത്തിൽ ഒരു തവണ അവരുടെ കലാപരവും സാഹിത്യപരവുമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ള അഭിനന്ദനങ്ങൾ, അനുമോദനമൊക്കെ പങ്കുവെച്ച്
പരസ്പരം പ്രോത്സാഹനം അല്ലെങ്കിൽ അഭിനന്ദനം നൽകിക്കൊണ്ടിരിക്കാറുണ്ട്. അതൊക്കെ എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് പലരും അറിയിക്കാറുണ്ട്. പല വിധത്തിലുള്ള സന്തോഷങ്ങൾ പങ്കുവെച്ച് ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള സഹോദരിമാരുടെ വിഷമങ്ങളിൽ അവരുടെ വീടുകളിൽ പോയിട്ട് പരസ്പരം ആശ്വാസം പകരാനും പരസ്പരം എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. ചെറുതും വലുതുമായിട്ട് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ 5 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നത് വളരെ ചരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. അതിലേറ്റവും പ്രധാനം ആയിട്ട് തോന്നുന്നത്, അതായത് വലിയൊരു മാരക രോഗത്തിൻ്റെ പിടിയിലായിരുന്ന ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ളൊരു സഹോദരി RCCയിൽ ചികിത്സയിലായിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകദേശം 1 ലക്ഷം രൂപ സ്വരൂപിച്ച് അവർക്ക് നൽകാൻ സാധിച്ചു. അത് മാത്രമല്ല, രോഗം ഭേദമായിട്ട് അവർ വീട്ടിൽ തിരിച്ചെത്തി ഞങ്ങളോടൊപ്പം ചില സ്ഥലങ്ങളിൽ പാരായണത്തിന് അവർ ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ നിത്യജീവിതത്തിലേക്ക് തൽക്കാലം തിരിച്ചെത്തി എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ്. എങ്കിലും അതിലും പങ്കാളിത്തം വഹിക്കാൻ നവനീത സത്സംഗവേദിയിലെ സഹോദരിമാര് ഒരു മടിയും കൂടാതെ അവരവരാൽ കഴിയുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവരെ സഹായിച്ചു. മാത്രമല്ല, അവർ സന്തോഷത്തോടുകൂടി പോയി ഞങ്ങളോടൊപ്പം പാരായണത്തിനൊക്കെ പങ്കെടുക്കുക എന്നുള്ളതും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അതാണ്. ഇനി അടുത്തതായിട്ട് 2024 ഡിസംബർ മാസത്തിൽ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് ശ്രേഷ്ഠാചാര്യ പുരസ്കാരം നാരായണീയത്തിൻ്റെ പേരിൽ എനിക്ക് ലഭിക്കാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായി. പ്രശാന്തി വിശ്വഭാരത ദർശന സേവാ ട്രസ്റ്റ് അവരാണ് പുരസ്കാരം നൽകിയത്. 10 പേരെയാണ് പുരസ്കാരത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എന്നോടൊപ്പം 5 സഹ ആചാര്യന്മാരെ കൂടെ കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. യാത്രാ ചെലവ്, താമസം, ഭക്ഷണം ഇതൊക്കെ ആ ട്രസ്റ്റാണ് എൻ്റെയും എന്നോടൊപ്പം ചേർന്ന 5 സഹ ആചാര്യന്മാരുടെയും ചെലവ് വഹിച്ചത്. അവരിൽ സുനന്ദ ഇരുമ്പുറ്റൂർ, സുനില രാജ മലപ്പുറം ജില്ലയിലെ തിരുവാലി എന്ന സ്ഥലത്താണ്, നളിനി പൂക്കാട്ടിരി, ശോഭ പയങ്കുളം, ബീന വെള്ളടിക്കുന്ന്, ഇങ്ങനെ 5 പേരെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് സഹാചാര്യന്മാരായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ആ യാത്രയിൽ ഞങ്ങൾക്ക് മറ്റ് പല ക്ഷേത്രങ്ങളും ദർശിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ചത്തെ തീർത്ഥാടനം ആ പുരസ്കാര സമർപ്പണത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഭഗവാൻ സാധിപ്പിച്ചു തന്നു എന്ന് വേണം പറയാൻ.
പുരസ്കാരത്തോടൊപ്പം 25,000 രൂപ ക്യാഷ് അവാർഡും ലഭിച്ചു. നാല് വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള സജ്ജനങ്ങളാണ് ഈ കൂട്ടായ്മയിലുള്ളത്. ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മുടെ പ്രാരബ്ധമനുസരിച്ച് വന്നും പോയും ഇരിക്കും. ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം, തീർത്ഥാടനം എന്നിവ ചെയ്തതുകൊണ്ടോ ഭഗവത് പൂജകൾ ചെയ്തതുകൊണ്ടോ ജീവിതത്തിലെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ കരുതാൻ പാടില്ല. ആ സത്യം മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കൂട്ടം സാധാരണക്കാരായ അമ്മമാരും ഉദ്യോഗസ്ഥകളായവരും പലവിധ തൊഴിലുകൾ ചെയ്യുന്നവരുമായിട്ടുള്ള അമ്മമാരെ അല്ലെങ്കിൽ സഹോദരിമാരെ ഒരുമിച്ച് നാമം ജപിക്കാനും നാരായണീയം പാരായണം ചെയ്യാനും അല്ലെങ്കിൽ അതിലേക്ക് അവരെ ചെറിയ രീതിയിലെങ്കിലും അതിനെ പ്രാപ്തരാക്കാൻ നവനീതം സത്സംഗവേദിക്ക് ഈ 5 വർഷത്തിനിടെ കഴിഞ്ഞു എന്നത് തീർച്ചയായും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഭഗവാനെ ഒപ്പം നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പല വിധത്തിലുള്ള കഷ്ടതകളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ കൂട്ടായ്മയിൽ അംഗങ്ങൾ ഓരോ ദിവസവും കൂടി വരികയാണ് ചെയ്യുന്നത്. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 3 സഹോദരിമാർ: വിഷ്ണുപാദം പോകി, സുമതി ടീച്ചർ അങ്ങാടിപ്പുറം, ചന്ദ്രികമ്മ കോട്ടയം, പത്മ തുളസീധരൻ ചിറയിൻകീഴ് എന്നിവരാണ് അവർ. നവനീതം സത്സംഗവേദിയിലെ മാനന്തവാടി ഇന്ദിര ചേച്ചി വയനാട്, അവര് നവനീത കണ്ണനെക്കുറിച്ച് നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ എഴുതി ഒരു പുസ്തകം മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടായ്മയിലെ കുറേ സഹോദരിമാര് ആ കീർത്തന പുസ്തകം വാങ്ങി ഇന്നും അതിലെ നാമങ്ങൾ ചൊല്ലാറുണ്ട്. ഇന്ദിര ചേച്ചിക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. നവനീതം സത്സംഗവേദിയുടെ നാരായണീയ പാരായണം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ദൂരെ കൂടുതൽ കൊണ്ടോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ പലവിധ കാരണങ്ങളാൽ നേരിട്ട് ആ സത്സംഗവേദിയിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരുപാട് സഹോദരിമാരുടെ പ്രാർത്ഥനയും അതുപോലെ അവരുടെ പാരായണം, അവർ വീട്ടിലിരുന്ന് ഞങ്ങളോടൊപ്പം പാരായണം ചെയ്യുന്ന കുറേ സഹോദരിമാരുണ്ട്. അപ്പം നേരിട്ട് എത്തിയില്ലെങ്കിലും അവര് ഗ്രൂപ്പിൽ ഓൺലൈൻ കൂട്ടായ്മയിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യം വഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള സഹോദരിമാരും അതുപോലെ നേരിട്ട് പങ്കെടുക്കുന്നവരും നന്ദനം സത്സംഗവേദിയിലെ എല്ലാ കുട്ടികളും അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്ന ഒരു ആധ്യാത്മിക കൂട്ടായ്മയാണ് നവനീതം. അവരുടെ എല്ലാവരുടെയും നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളെല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്നത് സാക്ഷാൽ നവനീത കണ്ണൻ തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഒരു കൂട്ടുകുടുംബത്തിലെന്ന പോലെ വളരെ സ്നേഹവും സാന്ത്വനവും കരുതലും ഭക്തിയും ആദരവും എല്ലാം പരസ്പരം നൽകിക്കൊണ്ടാണ്
ഞങ്ങളുടെ ഈ നവനീതം സത്സംഗവേദി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി കൂടെ നിന്ന എല്ലാ സഹോദരിമാർക്കും, അതുപോലെ ഇടക്കാലത്ത് വെച്ച് വന്നു ചേർന്ന സമീപകാലങ്ങളിൽ ഗ്രൂപ്പിലെത്തിപ്പെട്ട എല്ലാ സഹോദരിമാർക്കും ഞങ്ങളെല്ലാവരുടെയും, അതായത് അഡ്മിൻസ് പാനലിൻ്റെ പ്രത്യേകം സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു. നാരായണീയം 8-ാം ദശകത്തിലെ 13-ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിച്ചത് പ്രകാരം ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുന്ന ശാരീരികവും മാനസികവും സാമൂഹികവും വ്യക്തിപരവുമായിട്ടുള്ള പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏക ആശ്വാസം, അല്ലെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്യാൻ ഭഗവത് പാദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ നാരായണീയം ഭട്ടതിരിപ്പാട് ഏതൊരു കാര്യം ആഗ്രഹിച്ച്, അതായത് അദ്ദേഹത്തിന്റെ വാതരോഗ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ച് ഭഗവാന് മുന്നിൽ സമർപ്പിച്ചതെങ്കിൽ, സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലുള്ളവർക്ക് പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ നാരായണീയം എന്നും എല്ലാവർക്കും ഒരു അനുഗ്രഹമാവട്ടെ. നാരായണീയ പാരായണം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നവനീതം സത്സംഗവേദി 5-ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ചെയ്ത ഈ വീഡിയോയിൽ ഞങ്ങളോടൊപ്പമുള്ള ഒട്ടുമിക്ക സഹോദരിമാരെയും, പാരായണം ചെയ്ത പല ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന നവനീതം സഹോദരിമാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നാരായണീയം പാരായണം ചെയ്യാനും നവനീത കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവാനും സാധിക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നവനീതം സത്സംഗവേദി അനുദിനം നാമജപത്തിൻ്റെയും പാരായണത്തിൻ്റെയും അലയൊലികളാൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.
सर्वेषामेषपूर्वं त्वयि धृतमनसा मोक्षणार्थोपधार त्वय्यायादे सजादे किल कुरु सदसि युगगे संयताय धन्यायाद्यसेन्य सकर्णमकृता शेरमालामनन्दाम् अन्नान्तप्राप्त सर्वांशदमुनिजगित द्रौपदी चिन्तितोऽथ प्राप्तशागान्नमस्यन् मुनिगणमकृता सुप्तिमन्तं वनान्ते युद्धोद्योगेदमन्त्रे विलति सति कृतं फल्गुनेन त्वमेक कौरव्येदत्तसैन्यकनिजमगमो पुण्यकृत्पाण्डवार्थं विश्वद्रोणादिमान्ये तव खलुवजने विकृते कौरवेण या बृह्मन् विश्वरूपं मुनिसदसि निक्षोभयित्वागतो जिष्णोस्तं कृष्णसूत खलु समरमुखे बन्धुघाते दयालु खिन्नं तं वीर्यवीरं किमिदमयि सखे नित्यवीरं सङ्कीर्तनादीनि कबलिसमये मानुषास्वां भजन्ते सोऽयं काले यकारो जयदिन्द्ररिपो यत्र सङ्कीर्तनाय निर्यत्नेरेव मागे अखिलजलचिरप्रसादं भजन्ते यादस्वेदाकृतामविधिकिरकलो सम्भवं कामयन्ते देवा तत्रैव जातं विषयविषयते मा विभो वञ्चयास्मा वक्त्रास्तावत्कलोऽसि उग्रविलकुविदतो भूरिशस्तत्रदोषे कावेरी ताम्रवर्णी मनुकिलकृतमालां च पुण्यां प्रदीनीं कामामभ्यवन् अकर्मकारी दशमी भवन् पुनः ददौ भवन्नामन्ते सुतेरति समृत्युकाले यमराजकिङ्करान् कयङ्करां श्रीरविलक्षयन् विया पुरामनाथोत्कृतिवासनाबला युगावनारायणनामकं सुदं पुराशयस्याभितदात्वनिर्धरात्वरीयनामाक्षरमात्रवैभवात् पुरोहितेतुर्भवतीयवाषदा सदुर्भुजा पीतपरा मनोरमा मुञ्च संवाच्य विकर्षदो बढान् विमुञ्चदेत्यायुर्दुर्बलादमि निवारिदासे च भवज्ञनैस्तदा तदीयपापं निजं न्यवेदयन् भवन्तु पापानि कथं दुष्कृते कृतो विगोर्गन्धमस्ति पण्डिता न दुष्कृतिं विदितामवादृशामिति प्रभो तत्पुरुषावकाशिरे सुदिस्मृतिभ्यां विहिता वृदादय पुनन्ति पावं न नुरन्ति वासना अनन्तसेवास्तु निगन्धदिद्योयिं इति प्रभो त्वत्पुरुषावकाशिरे अनेन भोजन्म सहस्रकोटिभिः कृतेषु पापेषु विनिष्कृतिकृता नृणाम बुद्ध्या विमुकुन्द कीर्तनं दहत्य गौगान्नहिमास्यदादृशा यदाखिरेकांसि यदौषधं गदानिधि प्रभो त्वत्पुरुषावकाशिरे कल्याणकरैरवास्यते भवत्प्रणानां जगमेति रोहिते भवस्मृतिं कञ्चनकारमाचरन् भवत्पदं प्राप्नुवत्फलैरसो स्वकिङ्करा वेदन शङ्कितो यमत्वदङ्घ्रिभक्तेषु न गम्यतामिति स्वकीयभृत्या न शिशिक्षदुच्चगै सदेव वादालय नादवाहि मां सङ्कीर्तनं गोविन्द गो